മാനവജീവിയുടെ തലച്ചോറിൽ സൂക്ഷിച്ചിരിക്കുന്ന നിധിയല്ല ശാസ്ത്രം. മാനവരാശിയുടെ കൂട്ടായ അധ്വാനത്തിന്റെ സ്വത്താണ്. ശാസ്ത്രലോകത്ത് ഓരോ മനുഷ്യനും ഇടമുണ്ട്. കരുതി വയ്ക്കാൻ മരണം മാത്രം ബാക്കിയുണ്ടായിരുന്ന മരണത്തെ മരണം കൊണ്ട് അതിജീവിച്ച അമരത്വത്തിലൂടെ മനുഷ്യായുസിന്റെ പ്രതീക്ഷയായി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്കും ശാസ്ത്രലോകത്തിൽ ഇടമുണ്ട്. പ്രിയപ്പെട്ട എന്നെ, നീ ഇത് കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഞങ്ങൾ ഇത് നിനക്കായി സമർപ്പിക്കുന്നു. ശാസ്ത്രനാടകം ദ ഹോപ്പ്. വെള്ളക്കാരായ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാണുമ്പോ എനിക്ക് കൊതിയാവുക. സ്കൂളിൽ പോയി പഠിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ. ഓ, പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഫാക്ടറിയിൽ കിടന്ന ഉടനാണ് നമ്മുടെ ജോലി. എന്നാലും അതിനിടയ്ക്ക് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അയ്യടാ, ഈ ആളുകളെന്താ ഇങ്ങനെ? അല്ലെങ്കിലും ഈ കാത്താന്മാരെ തീറ്റി പൊട്ടിച്ചത് ഒരുപാട് വേലയാ. വെറുതെ തീറ്റി പറ്റുമല്ലോ. പുലരി മുതൽ ഇരുട്ട് വരെ ജോലി കിട്ടല്ലേ? വൈകുന്നേരം
എന്റെ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ച് എന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷേ അവർ ജീവനോടെ ഉണ്ടാകുമോ എന്നുറപ്പില്ല. ഞാൻ ഹെൻറിയേറ്റ അലക്സ്, അമേരിക്കയിലെ ബാൽട്ടിമോറിൽ ജനിച്ച കറുത്ത പെണ്ണ്. നിങ്ങളൊക്കെ കഥ കേൾക്കണം. ചതിയുടെയും വഞ്ചനയുടെയും കഥ. നിറത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു ജനതയുടെ കഥ. തന്റെ 10ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം എന്റെ അമ്മ മരിച്ചു. അന്നെനിക്ക് 4 വയസ്സ് പ്രായം. കൊടിയ ദാരിദ്ര്യവും സ്വർണ്ണവിവേചനവും എന്റെ ജീവിതത്തെ പ്രതിസന്ധികളിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരുന്നു. പുകയില പാടത്ത്, പുകയില ഫാക്ടറി, അങ്ങനെ പലയിടത്തും അടിമയ്ക്ക് സമാനമായ ഒരു ജീവിതം. ഒരടിമ അനുഭവിക്കേണ്ട എല്ലാ വേദനകളും യാതനകളും ഞാൻ അനുഭവിച്ചു. പകലഞ്ചോളം പണിയെടുത്തു. ഒരു നേരം മാത്രം ഭക്ഷണം തന്നു. ഈ വീടിന്റെ തട്ടുമ്പുറത്താ എന്റെ ഉറക്കം. ഇന്നൊന്നും കഴിച്ചിട്ടില്ല. ഇരുട്ടുവരെ ജോലിയായിരുന്നു. എന്നിട്ടോ അവരെനിക്ക് 10 വെള്ളം പോലും തന്നില്ല. ഈ വിശപ്പും വേദനയും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് മരണത്തെക്കാളും വിഷമിക്കണ്ട. എനിക്ക് തന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ഇതെടുത്തോളൂ. വേണ്ട, താനും ഇന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. തനിക്കും വിശക്കുന്നുണ്ടാവുമല്ലോ. കഴിച്ചോളൂ. എനിക്ക് വേണ്ട. വേണ്ട എങ്കിൽ നമുക്കിത് പങ്കിട്ടെടുക്കാം. ജീവിതത്തിലേക്ക് വന്നു. സന്തോഷം എന്തെന്നൊരു നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷം അധികകാലം നിന്നില്ല. അല്ലെങ്കിൽ തന്നെ കറുത്ത പെണ്ണിന് ഈ നാട്ടിൽ ഇന്ന് സന്തോഷിക്കാൻ എന്ത് അവകാശം? ഈ നാട്ടിൽ കറുത്ത അടിമകൾക്ക് പ്രണയിക്കാൻ അവകാശമില്ല. ഇവറ്റാർക്ക് ഒറ്റയ്ക്ക് രണ്ടിനെ ദൈവം തപ്പിച്ചുകൊണ്ടാ നീയൊക്കെ കറുത്തു പോയത്. ആ
രണ്ടിന്റെ ജീവൻ കുട്ടികൾക്ക് ജന്മമുണ്ടാക്കി ഇവിടെ കയ്യാത്തല്ലേ ജീവനാണുള്ളത് കൊല്ലണം രണ്ടിനെ ജീവന് കൈപ്പിടിച്ചുള്ള ഓട്ടം നമ്മൾ എത്ര നാളായി ഇങ്ങനെ ഇനി എനിക്ക് വയ്യ തളരരുത് എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തവരാ നമ്മൾ ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ പോകും നല്ലൊരു നാളെ നമുക്ക് പുലരുക തന്നെ ചെയ്യും പതിനാലാമത്തെ വയസ്സിൽ ഡേവിഡിന്റെ കറുത്ത കുഞ്ഞിന് ഞാൻ ജന്മം നൽകി അതിനുശേഷമാ ഡേവിഡിനെ വിവാഹം ചെയ്തത് തുടർന്ന് 4 മക്കളും ഡേവിഡ് എടാ മൊട്ടപ്പറയാ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്തുവാന്ന് എനിക്കറിയോ എന്താ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്നാ ഞാൻ ചുമ്മാ ഇരിക്കണേ എനിക്ക് നാളെ വരുന്നു ആ എന്താ ഏയ് ഒന്നുമില്ല കറുത്ത വർഗക്കാരായ നമ്മളെ ആശുപത്രിയിൽ കയറ്റുമോ തെരുവിൽ കിടന്ന് മരിക്കാമോ ഇതൊക്കെ വിധി
ചിത്തതയോടെ മനസ്സിലാക്കണം. എനിക്ക് സെർവിക്കൽ ക്യാൻസർ ആണ്. എന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിക്കൂ എന്നുറപ്പായല്ലേ? ഇല്ല, നിനക്കൊന്നും തപ്പാനില്ല. ഞാനൊരാഗ്രഹം പറഞ്ഞാൽ ദൈവത്തെ സാധിച്ചു തരുമോ? എന്താ? ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ ആഗ്രഹമായിരിക്കും. ഇവിടെ എനിക്ക് കുറെ പൂക്കൾ കൊണ്ടോ തരുമോ? തരാം. നീയും മറ്റു മക്കളോ എന്റെ കറുത്ത പൂക്കൾ അയ്യേ ദേവന് കഴിയുന്നു. എന്തെല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്തവരാ നമ്മൾ. ഇനിയും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. നല്ലൊരു നാളെ നമുക്കായി പുലരുക തന്നെ ചെയ്യും. പൂക്കളെ പോലെ കറുത്ത പൂക്കൾക്ക് അവകാശപ്പെട്ട് ആ കറുത്ത സൂര്യനെ കാണാൻ നീ ഒട്ടേറെ ചേർന്നിട്ട് ക്യാൻസർ വന്നു മരിച്ച ഹെന്നിയുടെ കോശങ്ങൾ മൂലരാവിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ മരണമില്ലാത്ത കോശങ്ങളെ ഞാൻ കണ്ടെത്തി. ഹെൻറിയേറ്റാനായി അഥവാ ഹെന്നി എന്ന കറുത്ത പെണ്ണിന്റെ ശരീരത്തിൽ നിന്നു ഹെന്നിയുടെ ആരോഗ്യ കോശങ്ങളും ക്യാൻസർ കോശങ്ങളും ഞാൻ എടുത്തു. പക്ഷേ ഞാനവർ അനുവാദം വാങ്ങിയില്ല. അതെന്ത് വെച്ച് കോശങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകും. ഇതിനൊരു വിപരീതമായി ഹെന്നിയുടെ കോശങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കുന്നു. വർദ്ധിച്ചു വളരുന്ന അവരുടെ കോശങ്ങൾ മരണമില്ലാത്തവരാണ്. ശാസ്ത്രലോകത്ത് ഇത് മഹത്തായ വിപ്ലവത്തിന് തുടക്കം കുറിക്കും. നിറത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഹെന്നി അവരുടെ കോശങ്ങൾ കറുത്തവന്റെയും വെളുത്തവന്റെയും ജീവൻ തന്നെ കാവലാകുന്നു. ഹെന്നിയോടുള്ള ആദ്യ സൂചകമായി അവളുടെ പേരിലെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ആ മരണമില്ലാത്ത കോശങ്ങൾക്ക് കോശങ്ങൾക്ക് പേര് നൽകുന്നു.
വീണ്ടും വീണ്ടും ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ ലാബുകളിൽ അവളുടെ കോശങ്ങൾ വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രലോകത്തെ വാഴ്ത്തപ്പെടാത്ത നായികകൾ ഹെന്നി ഇന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഞങ്ങളുടെ പ്രവൃത്തി ബഹിരാകാശത്തോളം നൽകുന്നു. കാരണം എന്തെന്നാൽ ഞങ്ങൾ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. മനുഷ്യകോശങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ ബഹിരാകാശത്തെ ബഹിരാകാശത്തേക്ക് അയച്ചത്. ഓരോ ഗവേഷണങ്ങളും നിന്നെ ആശ്രയിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമാകാൻ വിധിക്കപ്പെട്ട ഓരോ മനുഷ്യനും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു.